ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ ഗുണ്ടകത്ത് പറഞ്ഞിട്ട് എന്തായാലും ഇന്ന് രാത്രി തന്നെ അവളെ തീർത്തേ പറ്റൂ ലക്ഷ്മി എന്ന് പറഞ്ഞവളെ. കാരണം നാളെ കഴിഞ്ഞിട്ടാണ് കോടതി കൂടുന്നത്. അപ്പോൾ അവൾ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവൾ തീരണം. മാത്രമല്ല, തീർന്നു കഴിയുമ്പോൾ ഒരു തെളിവ് പോലും അവശേഷിക്കാനും പാടില്ല എന്ന് ഗുണ്ടയെടുത്ത് പറയുമ്പോൾ ഗുണ്ട പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം എന്നിങ്ങനെ പറയുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി വീട്ടിൽ ഒറ്റ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കാർത്തിക ഫോണിൽ വിളിക്കുന്നുണ്ട്. അമ്മേ, അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫ് ആണല്ലോ അല്ലേ? മോളെ, എൻ്റെ കാര്യമെടുത്ത് വിഷമിക്കണം. ഞാൻ ഇപ്പം കൂടി റിസപ്ഷനിസ്റ്റിനെ പോയിട്ട് മാനേജറെ കണ്ടേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോള് വിഷമിക്കൊന്നും വേണ്ടേ, അമ്മക്കൊന്നും സംഭവിക്കില്ല, മോള് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറയാണ്. ആ സമയത്ത് കാർത്തിക പറയണ്ടേ, ഇവിടെ പ്രകാശ് എന്ന് പറഞ്ഞ ആ ദ്രോഹി ഏതോ ഗുണ്ടകളെ വിളിച്ച് സംസാരിക്കാതെ കേട്ടിരുന്നു അമ്മേ, അതുകൊണ്ട് വരാത്ത പേടി പോലെ. മോള് പേടിക്കണ്ട. പിന്നെ കിരണിൻ്റെ അച്ഛൻ്റെ ഗുണ്ടകൾക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട മോളെ എന്നൊക്കെ പറയുവാണ്. പക്ഷെ അതിനുശേഷം ഫോൺ വെച്ചതിന് ശേഷം ലക്ഷ്മിയുടെ ഡോറിൽ ആരും മുട്ടുന്ന പോലത്തെ ഒച്ച കേൾക്കുവാട്ടോ. ലക്ഷ്മി വാതിൽ തുറന്നു ഇടിച്ചു കയറി ഗുണ്ടകളൊക്കെ വരുവാണ്. അതിനുശേഷം ഗുണ്ടകൾ വരുമ്പോൾ തന്നെ ലക്ഷ്മി ആകെ പകച്ചു നിന്ന് പോട്ടോ. ലക്ഷ്മിനെ കാണുന്നത് ഗുണ്ട ആകെ അന്താളിച്ച് നിൽക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സേന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആൾ വരുവാണെങ്കിൽ ഏത് ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ തൊട്ടു പോകരുതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഗുണ്ട ആകെ പകച്ചു നിന്ന് പോകുമ്പോഴേക്കും അവിടേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിരണും അതുപോലെ തന്നെ സേനനും വരുവാട്ടോ. അവർ രണ്ടുപേരും കൂടി ഗുണ്ടേനെ അടിച്ച് നിരപ്പാക്കുവാണ്. അതിനുശേഷം അയാളോട് പറയണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെവിടെ കൊണ്ടുവന്നത് ആ പ്രകാശ് എന്ന് പറഞ്ഞ രാജപ്പൻ എന്ന് പറഞ്ഞ ആളല്ലേ, അവർ കിട്ടുന്ന പണി ഞങ്ങൾ കൊടുത്തോളാം. നീ ഇപ്പം തന്നെ അവരെ വിളിച്ചിട്ട് പറയണം, എന്താണ് ലക്ഷ്മി എന്ന് പറഞ്ഞ ആള് തീർന്നു എന്ന് പറയണം എന്ന് പറയണം. അപ്പം ലക്ഷ്മി അമ്മ അടുത്ത് പറയണം, നമുക്കൊരു നാടകം കളിച്ചാലോ? എന്ത് നാടകമാണ് കിരണേന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മ മരിച്ചു, ഇനി പ്രേതമായിട്ട് അയാൾ ഉപദ്രവിക്കുന്ന പോലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാന്നേ, കുറച്ച് പേടിപ്പിക്കാന്നൊക്കെ പറയുവാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ എല്ലാത്തിനും സമ്മതമാണെന്ന് പറയണം. അപ്പം ഗുണ്ടെടുത്ത് പറയണ്ട, അപ്പം നീ നാളെ ഒരു കാര്യം ചെയ്യണം, നേരിട്ട് പോയിട്ട് പറയണം, ഒരു തെളിവ് പോലും അവശേഷിക്കാതെ എല്ലാം തീർത്തിട്ടുണ്ട്, ഡെഡ് ബോഡി അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവാണ്, അങ്ങനെയൊക്കെ പറയണമെന്ന് പറയും. ശരിയാണ്, അങ്ങനെ ചെയ്തോളെന്ന് ഗുണ്ട പറയാണ്. അത് പ്രകാരം രാവിലെ തന്നെ ഗുണ്ട പ്രകാശിനെ കാണാൻ വേണ്ടി വരുവാട്ടോ. അപ്പം രാജപ്പനും കൂടെ ഉണ്ട്. എന്താ ഈ കാര്യങ്ങൾ എന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ, സാർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. എന്താ അപ്പോൾ പറഞ്ഞു വരുന്നത്? അതെ, ലക്ഷ്മി എന്ന് പറഞ്ഞ സാറിൻ്റെ ആ ഒരു തലവേദന ഫുള്ളായിട്ട് തീർത്തു, ഒരു തെളിവ് പോലും അവശേഷിക്കാതെ. അതും ഡെഡ് ബോഡി അടക്കം ചെയ്തത് ഇവിടെയൊന്നുമല്ല, അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ട് അടക്കം ചെയ്തത്. സമാധാനമായി. അപ്പോൾ ഉറപ്പാണല്ലോ, എന്താ സാർ, എന്നെ വിശ്വാസമില്ലേ? ഇനി ബാക്കിയുള്ള തുക കൂടി തന്നോളൂ എന്ന് പറയണം. അങ്ങനെ ബാക്കിയുള്ള തുക കൂടി രാജപ്പൻ്റെ കയ്യിൽ നിന്ന് പ്രകാശം വാങ്ങി ഗുണ്ടക്ക് കൊടുത്തിട്ട് പ്രകാശം സമാധാനമായി. എന്നാലും ആ വലിയൊരു ബാധ്യത തീർന്നല്ലോ. ഇനി എൻ്റെ ലക്ഷ്മിയുടെ കല്യാണം. രാജപ്പണ്ണ, നിങ്ങൾക്ക് ഞാൻ 30 ലക്ഷം രൂപ അങ്ങോട്ടേക്ക് കയ്യിൽ തരും. 30 ലക്ഷമോ? നീ എൻ്റെ അടുത്ത് 25 ലക്ഷമല്ലേ മേടിച്ചുള്ളൂ, അതെ 5 ലക്ഷം രൂപ എക്സ്ട്രാ തരും, മൊത്തം 30 ലക്ഷം രൂപ. നിൻ്റെ വലിയ മനസ്സ് പ്രകാശ എന്നൊക്കെ രാജപ്പൻ പറയും കേട്ടോ. അങ്ങനെ സമാധാനത്തോടെ പ്രകാശം വീട്ടിലേക്ക് പോവാണ്. വിക്രവും അതുപോലെ തന്നെ അമ്മയും ചോദിക്കണ്ടേ, എന്തായി കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ തന്നെ നടന്നോ? അമ്മയൊന്നും പതുക്കെ പറയാമേ, കാർത്തികമ്മോൾ ഇവിടെ ഉണ്ട്, അവളുടെ മുമ്പിൽ നമ്മൾ എന്തായാലും വളരെ മോശപ്പെട്ട ആളായെന്നത്തിൽ ഇതാക്കാൻ പാടില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയണം. എന്താ കാര്യമെന്നെങ്കിലും പറയടാ, എല്ലാം തീർന്നോ? ഇനി ലക്ഷ്മി എന്ന് പറഞ്ഞ തലവേദന നമുക്ക് ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. സമാധാനമായെന്ന് വിക്രവും അതുപോലെ തന്നെ മുത്തശ്ശിയും അമ്മൂമ്മയും പറയാണ്. ഇതൊക്കെ കേട്ട് കാർത്തികക്കാണെങ്കിൽ ചിരി വരട്ടുള്ളൂ ഇനി കേട്ടിട്ട്. ശേഷം രാത്രി പ്രകാശ് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുവാണ്. അങ്ങനെ കിടന്നുറങ്ങുന്ന പ്രകാശിൻ്റെ അടുത്തേക്ക് പ്രേതമായിട്ട് നമ്മുടെ ലക്ഷ്മി വരും കേട്ടോ. പ്രകാശിനെ പ്രേതത്തിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് പ്രകാശിന് ആദ്യം ഒന്നും കണക്കിലെടുക്കില്ല. പിന്നീടാണ് പ്രകാശം മനസ്സിലാവുന്നത്, അതെ ഇത് പ്രേതം തന്നെ. കാരണം ലക്ഷ്മി ഓൾറെഡി ഇന്ന് രാവിലെ മരിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ഡെഡ് ബോഡി കുഴിച്ചിട്ടും ചെയ്ത്. അപ്പോൾ ലക്ഷ്മി മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് പ്രാന്തായി, അതായത് ഞാൻ കാണുന്നത് ഒരു ചെറു സ്വപ്നം മാത്രമാണ്, അല്ലെങ്കിൽ ശരിക്കും ലക്ഷ്മി മരിച്ചിട്ട് പ്രേതമായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പ്രകാശം വിചാരിക്കുകയാണെങ്കിൽ പ്രകാശിനും അമ്മൂമ്മയും വിക്രത്തിനിട്ട് നല്ലൊരു അടിപൊളി പണി തന്നെയാണ് നമ്മുടെ പ്രേതമായിട്ട് വരുന്ന ലക്ഷ്മി കൊടുക്കുന്നത്. അതേസമയം നമ്മുടെ രാഹുലിനെ കൂട്ടുള്ള ദേഷ്യം കൂടി വരികയാണ് ഷാരിക്ക്. രാഹുലിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അത് മാത്രമേ ഷാരിക്കുള്ളൂ. ഒരു പ്രാവശ്യം തലയടിച്ച് പൊട്ടിച്ചു അയാൾ രക്ഷപ്പെട്ടാണ്, പക്ഷേ ഇനി ഈ പ്രാവശ്യം തലയടിച്ച് പൊട്ടിപ്പോൾ രക്ഷപ്പെടാൻ പാടില്ല. അത് രാഹുലിനെ മാത്രമല്ല മനോഹറിനെ ഇല്ലാതാക്കണം. രണ്ടുപേരും ഇല്ലാതാക്കിയാലും കോടതിയിൽ ഒരു ശിക്ഷ തന്നെയല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരും ഇല്ലാതാക്കാൻ വേണ്ടി ഷാരി അങ്ങനെ തീരുമാനിക്കാട്ടോ. അങ്ങനെ രാഹുൽ ഫോണിലൊക്കെ കുത്തിക്കൊണ്ട് റൂമിലിരിക്കുന്ന സമയത്ത് ഷാരി അങ്ങോട്ടേക്ക് പോവാണ്. എന്താ ഷാരി, നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. അത് ഷാരി പറയുന്നുണ്ട്, തനിക്ക് ഞാൻ നോക്കേണ്ട അർത്ഥം അറിയില്ലല്ലേ, താൻ കാരണമാണോ ജീവിതം ഇത്രയും തകർത്തത്, താൻ സത്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ഒന്ന് എന്നോട് സത്യമൊക്കെ പറയാൻ പാടില്ല. നീ എന്തൊക്കെയാണ് ഷാരി പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, തനിക്കൊന്നും മനസ്സിലായില്ല, താൻ എന്തൊക്കെ സത്യങ്ങളെ മൂടി വെച്ചിരിക്കുന്നത്,
നമ്മുടെ മകളാണെന്ന് പറഞ്ഞ് ഇത്രയും നാൾ വളർത്തി, ഞാൻ എൻ്റെ മകളാണ്, സ്വന്തം മകളാന്ന് പറഞ്ഞ് വളർത്തിയ സരിയു ആരുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ മകളാ, നിനക്ക് പ്രസവിച്ച് നിനക്കറിയില്ലേ? എടോ എൻ്റെ മകളാണല്ലോ, പിന്നെയും പിന്നെ താൻ എന്തിനോ കള്ളം പറഞ്ഞത്, അത് താരയുടെ മകളാ, താരക്ക് നിങ്ങളുണ്ടായ മകളാ എന്ന് പറയുമ്പോൾ പിന്നീട് രാഹുൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഷാരി പറഞ്ഞു, എനിക്ക് എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്, ഏതാ തനിക്ക് കാണണോ DNA ടെസ്റ്റിന്റെ തെളിവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, അത് മാത്രമല്ല വേറൊരു വലിയൊരു ചതി താൻ എന്നോടും തൻ്റെ സ്വന്തം മോളായ സരിയോടും ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മനോഹർ എന്ന് പറഞ്ഞ ഫ്രോഡ്. എൻ്റെ ഷാരി, അത് ഞാനൊന്നും അല്ല. എടോ തനിക്ക് സത്യം അറിയാമെന്നല്ലോ, സത്യം അറിയുന്ന സമയത്ത് തനിക്ക് എന്നോട് പറഞ്ഞിടായിരുന്നോ? ഞാൻ നിന്നോട് പറയാൻ വേണ്ടി എത്ര പ്രാവശ്യം വന്നു ഷാരി, പക്ഷെ നീ അതൊന്നും വിശ്വസിക്കുന്നില്ല. മനുവിൻ്റെ എൻ്റെ തെറ്റായിട്ടുള്ളൊരു കാര്യം പറയാൻ വന്ന അമ്മയും മോളും കൂടി എന്നെ കൊല്ലാൻ വരുമായിരുന്നില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? പിന്നെ മനോഹരനെ ഇല്ലാതാക്കാൻ വേണ്ടി പല മാർഗങ്ങളും ഞാനായിട്ട് നോക്കിയതാ, പക്ഷെ ഒന്നും നടന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേടോ, തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് താൻ ഈ ലോകത്തിന് വേണ്ട. എന്തിനാണ് ഭാരമായിട്ട് ഈ ലോകത്തിന് ജീവിക്കണത്? താനും വേണ്ട, നമ്മുടെ മരുമകനായിട്ട് കയറി വന്ന ആ മൂന്നാർ മുരുകനുണ്ടല്ലോ, അവനും ഈ ലോകത്ത് വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഇല്ലാതാക്കിയിട്ട് ഞാൻ ജയിലിലേക്ക് പോവാ. സരിയു അവൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളും. പിന്നെ നിങ്ങളുടെ പെങ്ങളെ രൂപയുണ്ടല്ലോ, അവളെന്തായാലും നല്ല സ്വഭാവമുള്ളവളാ, അവളൊരിക്കലും സരിയുവിനെ കൈവിടുമെന്ന് തോന്നുന്നില്ല. അവളെ സരിയുവിനും അവളുടെ മോളെ പൊന്നുപോലെ രൂപ നോക്കിക്കോളും, ആ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ജയിലിൽ പോകാൻ ഒരു പേടിയില്ലടോ. അതുകൊണ്ട് തന്നെ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോവാ. ഷാരി, നീ എന്തൊക്കെയാ കാണിക്കുന്നത്? അതേടോ, ആദ്യം താനാണ് ഇല്ലാതാവേണ്ടത്. കാരണം തെറ്റുകൾ തുടങ്ങി വെച്ചത് താനല്ലേടോ, അതുകൊണ്ട് താൻ ഇല്ലാതാവണം. അതിനുശേഷം അവൻ പുറത്തു പോയിണ്ട മനോഹരൻ പുതിയ എലേനെ പിടിക്കാൻ വേണ്ടി, അവൻ തിരിച്ചും കൂടെ വരട്ടെ, അവന് കിട്ടും. ഞാൻ വേണ്ട പണി കൊടുക്കുന്നുണ്ട്, അത് താനില്ലാതെ ആവടോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പൂച്ചട്ടി, അന്ന് ചെറിയ പൂച്ചട്ടി ഇട്ടിട്ടാണ് തലയിലിട്ട് ഇടിച്ചത്. ഈ പക്ഷെ വലിയൊരു ചട്ടി എടുത്തിട്ട് രാഹുലിന്റെ തലയിൽ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. ആ അടി കിട്ടുന്നത് രാഹുലിന് വല്ലാതൊരു അവസ്ഥയിലേക്ക് ആവണം. കാരണം മുമ്പത്തെ പോലെ അല്ല, ഈ പ്രാവശ്യം ഷാരി അടിച്ചത് നല്ല അസ്ഥാനത്ത് തന്നെയാണ് മറ്റേ രാഹുലിന്റെ കൊള്ളണം കേട്ടോ. അതുകൊണ്ട് രാഹുലിന്റെ കുഴഞ്ഞു വീഴുവാണ്. അതിനുശേഷം പ്രാന്ത് പിടിച്ച് ഷാരി എന്ത് ചെയ്യണമെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പൊ ഇതൊക്കെ അറിയണം നമ്മുടെ സരി ഓടി, അമ്മ എന്തൊക്കെയാണ് അമ്മ കാണിക്കുന്നത്? വേണ്ട, നീ റൂമിലേക്ക് പോന്ന് പറഞ്ഞിട്ട് സരിവിനെ കുഞ്ഞ് റൂമിലിട്ടിട്ട് കുറ്റിടുവാണ്. അതിനുശേഷം മനോഹർ വരുമ്പോഴേക്കും മനോഹറിന്റെ തല അടിച്ചു പൊട്ടിക്കാനായിട്ട് ഷാരി അവിടെ കാത്തു നിൽക്കുക കേട്ടോ. അങ്ങനെ മനോഹറും വരുന്നുണ്ട്. മനോഹറിന്റെ തല അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അവിടെ ഷാരിനെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാർ വരുവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മനോഹറിനൊന്നും സംഭവിക്കില്ല, രാഹുലിന് വലിയ എന്തോ സംഭവിക്കുന്നുണ്ട് കേട്ടോ, അത് ഒരു സംശയവും ഇല്ല. എന്തായാലും മനോഹറിനുള്ള വിധി എഴുതുന്നത് പോലീസുകാരും നിയമവും നീതിപീഠം തന്നെ ആയിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഒരുപാട് പെമ്പിളയുടെ ജീവിതം തകർത്ത ഒരാളാണ് മനോഹർ. അതുകൊണ്ട് തന്നെ ആ രീതി തന്നെയായിരിക്കും മനോഹറിന് ശിക്ഷ കിട്ടുന്നത്. എന്തായാലും ഷാരിക്ക് ശിക്ഷ കിട്ടാൻ പോവാണ്. സരിയും സത്യങ്ങളൊക്കെ അറിയാനായിട്ടുണ്ട് ഏറെക്കുറെ. പ്രകാശനാണെങ്കിൽ പൊട്ടനെ പോലെ പ്രേതത്തിനെ കണ്ട് പേടിച്ചിരിക്കുവാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഡിലേ ആണ് കേട്ടോ, ഭയങ്കര നല്ല എപ്പിസോഡ്, അതായത് വളരെ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവണത്. എന്തായാലും നമുക്ക് ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.